തൊഴിലിനായി ഇതര സംസ്ഥാനങ്ങളിൽ പോയ തൊഴിലാളികൾ ലഹരിമരുന്ന് ക്യാരിയർമാരാകുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ പരിശോധനകൾ ശക്തമാക്കി. തിങ്കളാഴ്ച ഹെറോയിനുമായി അസം സ്വദേശി പിടിയിലായിരുന്നു. അസമിൽ നിന്ന് 1 ലക്ഷം രൂപയ്ക്കാണ് ലഹരിമരുന്ന് വാങ്ങിയതെന്ന് പിടിയിലായ മൊയ്നുൽ ഹക്ക് എക്സൈസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇന്നലെയാണ് ഹെറോയിനുമായി അസം സ്വദേശി മൊയ്നുൽ ഹക്ക് പിടിയിലായത്. അസമിൽ നിന്നും ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവന്നതാണ് 51 ഗ്രാം ഹെറോയിൻ. വോട്ട് ചെയ്യാനായി നാട്ടിലേക്ക് പോകുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ തിരിച്ചെത്തുന്നത് വൻതോതിൽ ലഹരിമരുന്നുമായാണ് എന്ന ആലുവ എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഷാഡോ ടീമിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിൽ ഷാഡോ ടീം നിരന്തരമായ അന്വേഷണങ്ങളും പട്രോളിംഗും തൊഴിലാളികൾക്കിടയിൽ പരിശോധനയും നടത്തിയത്. ആലുവ റെയിൽവേ സ്റ്റേഷന്റെ പുറകുവശം ആലുവ സിവിൽ സ്റ്റേഷൻ റോഡിൽ നടത്തിയ പരിശോധനയിലാണ് മൊയ്നുൽ ഹക്ക് പിടിയിലായത്. വോട്ട് ചെയ്യാനായി നാട്ടിൽ പോയതാണെന്നും വരുമ്പോൾ നാട്ടിൽ 1 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന ഹെറോയിൻ വാങ്ങിയതാണെന്നും പ്രതി സമ്മതിച്ചു. ആലുവ, പെരുമ്പാവൂർ, എറണാകുളം ഭാഗത്ത് ചെറിയ ഡപ്പികളിലാക്കി ചില്ലറ വിൽപ്പന നടത്താറുണ്ടെന്നും ഇങ്ങനെ വിറ്റാൽ 5 ലക്ഷം രൂപയോളം കിട്ടുമെന്നും ഇയാൾ പറഞ്ഞു. മൊയ്നുൽ ഹക്ക് ഇതിനു മുൻപും സമാനമായ രീതിയിൽ രാസലഹരി കടത്തിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തെരഞ്ഞെടുപ്പിന് ശേഷം ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ കേരളത്തിലേക്ക് തിരിച്ചുവരുന്നതിനാൽ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കുകയാണ് പോലീസ്. ന്യൂസ് മലയാളം, കൊച്ചി.